അവർക്ക് വലിയൊരു ലോകാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തേൻ ഇഷ്ടമാണ്, മധുരം ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ മഹത്തുക്കളുണ്ട്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ എത്രമേൽ ചാട്ടവാർ അടി കിട്ടിയ മഹാന. ആ അടി കിട്ടുന്നതിന്റെ തൊട്ടു മുമ്പ് പട്ടാളക്കാര് മഹാനവറുകളെ പിടികൂടാൻ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ നിർബന്ധം കൊണ്ട് ഒരു ഗുഹയിൽ, ഒരു ഒളിത്താവളത്തിൽ താമസിക്കുന്നുണ്ട്. 3 ദിവസം കഴിഞ്ഞപ്പോൾ മഹാനവറുകൾ പുറത്തേക്ക് വന്നു. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്ന ചരിത്രമാണ്. ശിഷ്യന്മാര് ചോദിച്ചു, ഇപ്പം വരെ പട്ടാളക്കാർ ഇവിടെ വന്നിട്ടേ ഉള്ളൂ, എന്തിനാണ് ഉസ്താദെ പുറത്തേക്ക് വന്നത്? ഉസ്താദ് ഇപ്പോൾ വന്നാൽ അവർ പിടിക്കും, ഉസ്താദ് ഉള്ളിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞപ്പോൾ മഹാൻ പറഞ്ഞ എന്താ, 3 ദിവസമായില്ലേ മുത്തുനബി തങ്ങളെ സൗർ ഗുഹയിൽ 3 ദിവസമല്ലേ നിന്നിട്ടുള്ളൂ, കൂടുതൽ നിൽക്കുമ്പോൾ അതപകേടാവുന്ന പേടിയായിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്, എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. അവർ തങ്ങളെ പഠിച്ചത് കൊണ്ട് അവരുടെ ലോകം മാറുകയാണ്, അവരുടെ ഇഷ്ക് വർദ്ധിക്കുകയാണ്. ആ പിടികൂടലിലാണ് മഹാനവറുകൾക്ക് ആയിരക്കണക്കിന് ചാട്ടവാർ അടി കിട്ടിയത്. ഓരോ ദിവസവും 10, ഏറ്റവും ചുരുങ്ങിയത് അടി കിട്ടും അത്ര. ഈ അടിച്ചയാള് പിന്നീട് നന്നായിട്ട് പറയുന്നുണ്ട്, അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ അടിക്കുന്നതിന് പകരം ഒരു ആനയെങ്ങാനുമാണ് ഞാൻ അടിച്ചതെങ്കിൽ ലമാത്താർ, ആന ചത്തുപോയിട്ടുണ്ട്. ഞാൻ അത്രയും ഊക്കില അടിക്കുക, ചങ്ങലക്കിട്ടിട്ടാണ് അടി. ആ അടിക്കണ സമയത്ത് ചിലപ്പോ മഹാനവറുകൾ അടിയുടെ ഊക്കിൽ ഛർദിച്ചു പോകും, അടി കെട്ടിയിട്ട്. ശിഷ്യന്മാര് വന്നിട്ട് ചോദിക്കും, വെള്ളം എടുക്കട്ടെ? വേണ്ട വേണ്ട, 2 അടി കൂടി ഇനി ബാക്കിയുള്ളൂ, 8 എണ്ണം കിട്ടി. എന്നാലും വെള്ളം വേണ്ട, എന്താ വെള്ളം എടുത്താൽ സുന്നത്തോം വിട്ട മോനെ. ഇങ്ങനെയാണ് അവരുടെ ജീവിതം. നോക്കൂ, അവർക്ക് റസൂലുള്ളാഹി തങ്ങളെ അറിയാം. മഹാനായ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ കുറിച്ച് പറയുമ്പോൾ ബോധം കെട്ട് വീഴുകയാണ്. കുറച്ചു കഴിഞ്ഞ് ബോധം തെളിഞ്ഞ ശിഷ്യന്മാര് ചോദിക്കും, എന്താ ഉസ്താദിന്റെ ബോധം പോയത്? അതിന് മഹാൻ പറയുന്ന മറുപടി, ഞാൻ തങ്ങളെ കുറിച്ച് പറയുമ്പോ തങ്ങളെ എന്റെ ഉള്ളിലേക്ക് കയറി, പിന്നെ അങ്ങ് പിടിച്ചേൽക്കാൻ കഴിയുന്നില്ല, എനിക്കാവുന്നില്ല, എനിക്ക് ഈ ലോകത്ത് പിന്നെ പിടിച്ചേൽക്കാൻ കഴിയുന്നില്ല. പഠിക്കണ്ടേ നമുക്ക് ആ നേതാവിനെ കുറിച്ച് അറിയണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കും. ഒരാൾക്ക് മറ്റൊരാളോട് മഹബ്ബത്ത് എപ്പോഴാണ് ഉണ്ടാവുക? ഒന്നുകിൽ അവർ നമുക്ക് ഇങ്ങോട്ട് ചെയ്തു തന്ന സേവനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ഭംഗി, അവരുടെ സ്റ്റൈല്, വാക്കിലും പ്രവർത്തനത്തിലും ശരീരത്തിലുള്ള ഭംഗി. ഇത് രണ്ടുമായിരിക്കും മിക്കവാറും ഒരാൾക്ക് മറ്റൊരാളോട് ഇഷ്ടം കൂടാനുള്ള കാരണമാവുക. ഇത് രണ്ടും ഏറ്റവും അക്മലായ പരിപൂർണമായ രൂപത്തിൽ മേളിച്ച ആളാണ് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.